ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ നീലിയാർകോട്ടം ഭഗവതിയുടെ തിരുമുറ്റത്താണ് ഞാനുള്ളത്. നീലി എന്ന പെണ്ണും നീലി എന്ന യക്ഷിയുമായി നീലിയാർ ഭഗവതിയായ കഥയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇതാണ് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടുപറമ്പ് ശ്രീ നീലിയാർകോട്ടം ഭഗവതിയുടെ വാസസ്ഥലം. കഥ കേൾക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ? എന്നാൽ കഥ പറയാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ കാവിനെക്കുറിച്ചും ഭഗവതിയെക്കുറിച്ചും പറയുമ്പോൾ നീലിയാർ ഭഗവതിക്ക് പിന്നിൽ മനോഹരമായ ഒരു കഥയുണ്ട്. നീലി എന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ കഥ. കൊട്ടിയൂർ എന്ന ദേശത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് നീലി. ജന്മിവാഴ്ച കൊടുമ്പിരി കൊള്ളുന്ന കാലം. ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. വാഹനങ്ങളോ വൈദ്യുതിയോ എന്തിനേറെ കാളവണ്ടി പോലും ആവശ്യത്തിനില്ലാതിരുന്ന കാലം. അവിടെ നീലി എന്ന പേരുള്ള അടിയാത്തി പെൺകുട്ടി ജീവിച്ചിരുന്നു. എല്ലാവരുടെയും ഓമനയായി വളർന്ന അവളെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അവൾക്ക് തിരിച്ചും. കാടിനെയും കാവുകളെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി. കൂടുതൽ സമയവും അവൾ ചിലവിട്ടിരുന്നത് കാടിനുള്ളിലെ തൻ്റെ ഇഷ്ടപരദേവതയുടെ അടുത്തായിരുന്നു. എപ്പോഴും നീലി അവിടെ പോയിരിക്കും. എന്നിട്ട് തൻ്റെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് സംസാരിക്കും. ഇടതൂർന്ന മുടിയിഴകളും വാലിട്ടെഴുതിയ കണ്ണുകളും നീലിപ്പെണ്ണിനെ അതീവ സുന്ദരിയാക്കി. ഇത് അതിമനോഹരമായ നീലിയാർ ഭഗവതിയുടെ കാവാണ്. ഈ കാവിനകത്തെ കാഴ്ചകളാണ്. അപൂർവങ്ങളായ സസ്യജന്തുജാലകങ്ങൾ ഇടതൂർന്നുള്ള ഒരു സ്ഥലമായത്. മനോഹരമായ ഒരു കാഴ്ചയാണ് ആ കാഴ്ച. കാടിനെയും കാട്ടരുവികളെയും പരദേവതയെയും സ്നേഹിച്ച് നീലി അങ്ങനെ വളർന്നു. ബാല്യം കഴിഞ്ഞ് കൗമാരത്തിൻ്റെ ആരംഭത്തിൽ നടക്കുന്ന കാട്ടുപെണ്ണ്. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു. കീഴ്ജാതിക്കാർക്ക് അത് നിഷിദ്ധമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുന്ദരിയായ നീലിപ്പെണ്ണിന് ഒരാഗ്രഹം. തനിക്കും അറിവ് നേടണം, വിദ്യ അഭ്യസിക്കണം. നീലിയുടെ ഈ ആഗ്രഹമറിഞ്ഞ മാതാപിതാക്കൾ അമ്പരന്നു. അവളെ ഏറെ പറഞ്ഞു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ തൻ്റെ ആഗ്രഹത്തിൽ നീലി ഉറച്ചു നിന്നു. മകളുടെ ആഗ്രഹത്തിൽ എന്താണ് ചെയ്യുക എന്നറിയാതെ മാതാപിതാക്കൾ വിഷമിച്ചു. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലെ എഴുത്തച്ഛൻ അതുവഴി പോകുമ്പോൾ നീലിയും പിതാവും എഴുത്തച്ഛനെ കണ്ടു സംസാരിച്ചു. തെല്ല് ഭയത്തോടുകൂടി തൻ്റെ മകളുടെ ആവശ്യം എഴുത്തച്ഛനെ നീലിയുടെ പിതാവ് ബോധിപ്പിച്ചു. എന്നാൽ എഴുത്തച്ഛൻ നീലിയുടെ പിതാവിനെ ഞെട്ടിച്ചുകൊണ്ട് മകളുടെ ആഗ്രഹം സാധിച്ചു തരാം എന്ന് എഴുത്തച്ഛൻ സമ്മതിച്ചു. എന്നാൽ ഇത് നമ്മൾ 3 പേരും മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് ഒരു നിബന്ധന എഴുത്തച്ഛൻ മുന്നിൽ വച്ചു. അന്ന് തൊട്ട് നമ്മുടെ നീലിപ്പെണ്ണ് എഴുത്തച്ഛൻ്റെ ശിഷ്യയായി മാറി. ഇതിനകത്തൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഇതൊക്കെ നല്ല കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാങ്ങാട്ടിടം എന്ന് പറയാം, ധർമ്മശാലക്കടുത്താണ്. ഒരു ധർമ്മശാലയിൽ നിന്നൊരു 5 കിലോമീറ്റർ ദൂരേ ഉണ്ടാവുള്ളൂ ഈ സ്ഥലത്തേക്ക്. ഇതാണ് ഭഗവതി അധിവസിക്കുന്ന കാവ്. ആരും കാണാതെ അറിയാതെ നീലിക്ക് അന്നു മുതൽ അറിവ് പകർന്നു നൽകി എഴുത്തച്ഛൻ. എന്നാൽ ഗുരുവിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഓരോ അറിവും നീലി പെട്ടെന്ന് പഠിച്ചെടുത്തു. ഇത് എഴുത്തച്ഛനിൽ സന്തോഷവും അതിലേറെ ഭയവും ഉണ്ടാക്കി. എന്തോ വലിയ ആപത്തും അപകടവും ഉണ്ടാകാൻ പോകുന്നു എന്ന തോന്നൽ എഴുത്തച്ഛനിൽ ഉണ്ടാക്കി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. നീലി തൻ്റെ വിദ്യാഭ്യാസം അറിവും പൂർത്തിയാക്കി. എഴുത്തച്ഛനെ വണങ്ങി അവൾ അവിടെ നിന്നും ഇറങ്ങി.
വരാൻ പോകുന്ന ആ വലിയ വിപത്തിനെക്കുറിച്ച് നീലിക്ക് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നാൾ തൻ്റെ ഇഷ്ടദേവതയെ കാണാൻ കാട്ടിലേക്ക് പോവുകയായിരുന്ന നീലി. ഇടവഴിയിൽ കൂടി കടന്നു പോകുന്ന നീലിയുടെ എതിർവശത്തു കൂടി കോവിലകത്തെ തമ്പുരാക്കന്മാർ വരികയായിരുന്നു. ആ ഇടവഴിയിൽ നീലിപ്പെണ്ണ് ശരിക്കും പെട്ടുപോയി. തിരിച്ചു നടക്കാം എന്ന് വിചാരിച്ചാൽ ഒരുപാട് ദൂരം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ നീലിയുടെ മനസ്സിൽ ഭയം ഓടിയെത്തി. എന്തു ചെയ്യണം എന്നറിയാതെ നീലി അവിടെ തരിച്ചു നിന്നുപോയി. അപ്പോഴേക്കും തമ്പുരാക്കന്മാർ അടുത്തെത്തിയിരുന്നു. തങ്ങളെ കണ്ടിട്ടും വഴിമാറിത്തരാത്ത പെണ്ണിനെ കണ്ട് ആദ്യം അവർ ഒന്ന് അമ്പരന്നു. എന്നാൽ പിന്നെ നീലിയെ അവർ ആവോളം ശകാരിച്ചു. എന്നാൽ എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ നീലി അവരോട് കയർത്ത് സംസാരിച്ചു. തങ്ങളെ കഴിഞ്ഞും താഴ്ന്ന ജാതിക്കാരി അടിയാത്തി പെണ്ണിൻ്റെ സംസാരം കേട്ട തമ്പ്രാക്കന്മാർ കോപിഷ്ഠരായി. അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് ഓടിയ നീലി തൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുളക്കടവിൽ ഇരുന്ന് കുറേ കരഞ്ഞു. നീലിയുടെ സംസാരത്തിൽ അപമാനിതരായ തമ്പ്രാക്കന്മാർ നീലിയെ എങ്ങനെയും വകവരുത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. അവളെ ഒറ്റക്ക് കിട്ടാൻ കാത്തിരുന്നു. ഒരു നാൾ നീലിയെ ഒറ്റക്ക് കിട്ടിയ കോവിലകത്തെ തമ്പുരാക്കന്മാർ അവളെ കൊന്നുകളഞ്ഞു. പിറ്റേന്ന് ആ നാടുണർന്നത് നീലിയുടെ മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ്. ഇതറിഞ്ഞ എഴുത്തച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചു. നീലിയുടെ മാതാപിതാക്കൾ പരദേവതയുടെ മുന്നിൽ തലതല്ലിച്ചെത്തു. ഒരു നാട് മുഴുവൻ കണ്ണീരിൽ കുതിർന്നു. പ്രകൃതി പോലും അവൾക്കു വേണ്ടി കണ്ണീരണിഞ്ഞു. പോകെ പോകെ ആ നാട്ടിൽ ഓരോ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. കൃഷിയിടങ്ങൾ ഉണങ്ങി വരണ്ടു. തോടുകളും കാട്ടരുവികളും വറ്റി വരണ്ടു. ഇതൊക്കെയാണ് ഭഗവതിയുടെ കാവുകളാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഉള്ളത്. ഇവിടെ എല്ലാം വന്ന് നടന്ന് കാണാൻ പറ്റും. അത്രയും പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമുക്കിവിടെ മുഴുവൻ കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയാണ്. ഇത് കോവിലകത്തെ ഒന്നാകെ പേടിപ്പെടുത്തി. എന്തോ വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നു എന്നവർക്ക് മനസ്സിലായി. ഇല്ലത്തെ കുളത്തിൽ കുളിക്കാൻ എത്തുന്നവരെ എണ്ണയും താളിയും വേണമോ എന്ന ചോദ്യവുമായി ഒരു സുന്ദരിയായ സ്ത്രീയായി യക്ഷിയായി മാറിയ നീലി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. എണ്ണയും താളിയും വാങ്ങുന്നവരെ കൊല്ലുകയും ചോര കുടിക്കുകയും ചെയ്യുന്ന യക്ഷിയായി നീലി അങ്ങനെ ഇല്ലത്തെ കുളത്തിൽ വാസം തുടങ്ങി. ഇല്ലത്തെ കുളത്തിൽ കുളിക്കാൻ പോയവരാരും പിന്നീട് മടങ്ങിയെത്താറില്ല. ഇതെല്ലാം അറിഞ്ഞ ഇല്ലത്തെ തമ്പ്രാക്കൾ കാളകാട്ടില്ലത്തെ കാളകാട്ട് നമ്പൂതിരിയെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ച് നോക്കി. ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. നീലി പുനർജനിച്ചിരിക്കുന്നു. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമാണ്. കാരണം പ്രകൃതി ഒരുക്കിയ കാഴ്ചകളാണ്. പ്രകൃതി കനിഞ്ഞരിളി എന്ന് പറയില്ലേ, അതുപോലെ പ്രകൃതി ഒരുക്കിയ ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നാളുകൾ പോകെ നീലി ശക്തിയാർജിച്ചു കൊണ്ടിരുന്നു. അവളെ തടുക്കാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല. കുളത്തിൽ കുളിക്കാൻ വരുന്നവരെ ഓരോരുത്തരെയായി താളിയും എണ്ണയും കൊടുത്തു മയക്കി വകവരുത്തി കുളത്തിൽ താഴ്ത്തി. പേടിച്ചു ഭയന്ന ജനങ്ങൾ നാടുവിട്ടുപോയി തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ നീലി കോവിലകം തേടിയെത്തി. അവിടെയുള്ള ഓരോരുത്തരെയായി നീലി വകവരുത്താൻ തുടങ്ങി. പേടിച്ചു വിറച്ച് കോവിലകത്തെ കാരണവർ കാളകാട്ടില്ലത്ത് അഭയം പ്രാപിച്ചു. കാളകാട്ട് തിരുമേനിയോട്
തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചു. അങ്ങനെ കാളകാട്ട് ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. നടന്നു തളർന്ന കാളകാട്ട് കുറച്ചു നേരം വിശ്രമിക്കാൻ ആ കുളക്കടവിലിരുന്നു. താൻ ഇരിക്കുന്നതിന്റെ എതിർവശം സുന്ദരിയായ ഒരു സ്ത്രീരൂപം തന്നെ നോക്കിയിരിക്കുന്നത് തിരുമേനി ശ്രദ്ധിച്ചു. എന്താ, ക്ഷീണിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ തിരുമേനിയുടെ അടുത്തേക്ക് വന്നു. വളരെ ശാന്തമായി കാളകാട്ട് അവൾക്ക് മറുപടി നൽകി. അതിനവൾ തൻ്റെ തനിസ്വരൂപം കാണിച്ച് ആർത്തട്ടഹസിച്ചു. തുടർന്ന് നമ്പൂതിരിക്ക് നേരെ താളിയും എണ്ണയും നീട്ടി. നീലിയുടെ സകല മുൻവിധികളെയും തെറ്റിച്ചുകൊണ്ട് തിരുമേനി അത് മേടിച്ച് ഇത് തൻ്റെ അമ്മ തന്ന അമൃതാണ് എന്ന് പറഞ്ഞു തിരുമേനി അത് പാനം ചെയ്തു. നമ്പൂതിരിയുടെ അമ്മ എന്ന വിശേഷണത്തിൽ നീലിയുടെ മനസ്സലിഞ്ഞു. നമ്പൂതിരിയുടെ സ്ഥാനത്ത് നീലി തൻ്റെ പിതാവിനെ കണ്ടു. നീലിയുടെ മനസ്സ് വിടഞ്ഞു. തന്നെ സ്നേഹിച്ച ജനങ്ങളോട് താൻ വലിയ തെറ്റ് ചെയ്തു എന്നവൾക്ക് തോന്നി. അങ്ങനെ നീലി തൻ്റെ കഥകൾ തിരുമേനിയോട് വിവരിച്ചു. കഥ കേട്ട് മനസ്സ് നൊന്ത കാളകാട്ട് നമ്പൂതിരി തൻ്റെ കൂടെ വരാൻ നീലിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ നീലിയുടെ ആവശ്യം കേട്ട തിരുമേനി ആദ്യമൊന്ന് ഞെട്ടി. അസുരഗണത്തിൽപ്പെട്ട പുലിയും ദേവഗണത്തിൽപ്പെട്ട പശുവും ചേർന്ന് എവിടെ വാഴുന്നുവോ അവിടെ എന്നെ കുടിയിരുത്തുക. ഇത്രയും പറഞ്ഞ് അവർ രണ്ടുപേരും വടക്കോട്ട് യാത്രയാരംഭിച്ചു. ഒരുങ്ങി ഇറങ്ങി നീലി വരുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാതങ്ങൾ ഏറെ നടന്നപ്പോൾ മാങ്ങാട്ട് എന്ന ദേശത്ത് നീലി പറഞ്ഞ പോലെ പുലിയും പശുവും ചേർന്ന് നിൽക്കുന്നത് തിരുമേനിക്ക് കാണാൻ കഴിഞ്ഞു. ഘോരവനത്തിനുള്ളിൽ നമ്പൂതിരി നീലിയെ തളച്ചു. അവിടെയുള്ള ജനങ്ങൾ ഇന്നും നീലിയെ തങ്ങളുടെ ദേവതയായി കണ്ട് ആരാധിച്ചു പോരുന്നു. മലബാറിലെ കണ്ണൂർ എന്ന ദേശത്ത് മാങ്ങാട്ടിടം എന്ന സ്ഥലത്ത് നീലിയെ ദൈവക്കോലം കെട്ടിച്ച് ആരാധിച്ചു പോരുന്നു. കാടിനുള്ളിൽ നിന്നും തെയ്യക്കോലമായി തൻ്റെ മക്കളെ കാണാൻ നീലി വരുന്ന കാഴ്ച കാണാൻ ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തുന്നു. തിരിയോല കൊണ്ടുള്ള അരികും വെളുപ്പും ചുവപ്പും കറുപ്പും വരകളുള്ള വർണ്ണത്തുണികളും 10 അടിയോളം നീളമുള്ള തിരുമുടിയും അണിയലങ്ങളും അണിഞ്ഞ് സന്ധ്യക്ക് പുറപ്പെടുന്ന നീലിയാർ ഭഗവതി. ഒരു വീക്ക് ചെണ്ടയും ചേങ്ങിലയും മാത്രമേ വാദ്യങ്ങളായി കൂട്ടിനുള്ളൂ. പുറപ്പെട്ട് അരമണിക്കൂറിനുള്ളിൽ ഈ തെയ്യം മുടിയഴി. സന്താനഭാഗ്യത്തിനും സൗഭാഗ്യത്തിനും വേണ്ടിയാണ് ഭക്തർ നീലിയാർ ഭഗവതിയെ കെട്ടിയാടിക്കാൻ പ്രാർത്ഥന നേരുന്നു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ 19 ഏക്കറോളം വിസ്തൃതമായ നീലിയാർ കോട്ടത്ത് മറ്റു കാവുകളിലെ പോലെ ശ്രീകോവിലോ നാലമ്പലങ്ങളോ ഒന്നുമില്ല. ചുറ്റും കാണുന്ന കാവ് തന്നെയാണ് ദേവിയുടെ ശ്രീകോവിൽ. പ്രകൃതിയൊരുക്കിയ മനോഹരമായ ഒരിടമാണത്. വിവിധ സസ്യലതാദികളും ഔഷധ സസ്യങ്ങളും കാട്ടുമരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാവിൽ പക്ഷികളുടെ ആരവങ്ങൾ എല്ലായ്പ്പോഴും കേൾക്കും. തികച്ചും കണ്ടും കേട്ടും മാത്രമുള്ള അറിവ് വെച്ച് ചെയ്ത ഈ വീഡിയോയിൽ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ സാദരം ക്ഷമിക്കുക. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ട്രാവൽ സിറ്റി 916 എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഭഗവതിയെ പ്രാർത്ഥന നേർന്നാൽ സന്താനലബ്ധി ലഭിക്കുമെന്ന വിശ്വാസം കൂടുതലാണ്. കൈക്കുഞ്ഞുങ്ങളുമായി വന്ന അമ്മമാരെയും നമുക്കിവിടെ കാണാം. ഭഗവതിയോട് നേരിട്ട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകുന്നത് ഭഗവതി നേരിട്ട് തന്നെയാണ്. ഹായ്, ഇങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും നീലിയാർകോട്ടം ഭഗവതിയുടെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.